വെൽക്കം വരുവാണ്. ഇത് സാംസങ് 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിലിരിക്കുന്ന ഒറിജിനൽ ബോർഡല്ല, ചൈനയുടെ ഒരു ബോർഡാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഒരു ലൈന് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. സ്ക്രീനൊന്നും ഫുൾ ആവണില്ല, ഈ ഒരൊറ്റ ലൈനേ ഉള്ളൂ. ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ വെർട്ടിക്കൽ ഐസിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള റെസിസ്റ്റൻസ്, കപ്പാസിറ്ററോ അല്ലെങ്കിൽ യോക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേപോലെ ലൈൻ വന്ന് നിൽക്കും. അപ്പോൾ ബോർഡ് നല്ല ബോർഡ് തന്നെയാണ്, ക്ലാവോ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് മണ്ണൊക്കെ ബോർഡിൻ്റെ അടിഭാഗത്ത് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ഉണ്ട് ബോർഡിൽ. അത് ഞാൻ കാണിച്ചു തരാം. ഈ വെർട്ടിക്കൽ ഐസിയിൽ കണ്ടില്ലേ, നല്ലോണം ഡ്രൈ ഉണ്ട്. മെയിൻ ഐസിയിലും ഡ്രൈ റീസോൾഡർ ചെയ്യണം. അതായത് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ റീസോൾഡർ ചെയ്യണം. നല്ല ഡ്രൈ ഉണ്ട് ബോർഡ്. ഓക്കെ, ഈ യോക്ക് കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്ത്, അതിൻ്റെ പിന്ന് കണക്ടർ വരുന്ന ഭാഗത്തും നല്ല ഡ്രൈ ഉണ്ട്. ബേസ് ബോർഡും നല്ല ഡ്രൈ ഉണ്ട്. അപ്പോൾ അത് ആ ഡ്രൈ റീസോൾഡർ ചെയ്യുകയാണ്. എല്ലാം കംപ്ലീറ്റ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട്. ആ ട്യൂണറിൻ്റെയും ചില കാര്യങ്ങൾ മാത്രമേ അങ്ങനെ മാറ്റി വയ്ക്കുന്നുള്ളൂ. അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഡ്രൈ റീസോൾഡർ ചെയ്യാണ്. അത് നോക്കി സൂക്ഷിച്ച് ചെയ്യണം. കാരണം റീസോൾഡർ ചെയ്യുമ്പോൾ ഈ ലെഡൊന്നും അടുത്തുള്ളതിൽ ഒരുമിച്ച് ഒട്ടിയിരിക്കല്ലേ, എന്നാൽ ഇടുമ്പോൾ പൊട്ടിത്തെറിച്ചങ്ങ് പോകും എല്ലാം കൂടെ. ഓക്കെ, അപ്പോൾ ഡ്രൈ ഒന്ന് റീസോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ലെൻസൊക്കെ ഉണ്ടെങ്കിൽ ലെൻസൊക്കെ വെച്ചിട്ട് നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ വെർട്ടിക്കൽ ഐസിയാണ്, ഡ്രൈ റീസോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മെയിൻ ഐസി. ഡ്രൈ ഉണ്ടെങ്കിലും ഇതേപോലെ ഈ ഒരു ലൈൻ മാത്രം ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ മെയിൻ ഐസിയൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഡ്രൈ റീസോൾഡർ ചെയ്യാൻ. അതൊക്കെ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. തമ്മിൽ ഒരു കാലൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓണാവില്ല, ചിലപ്പം ഇങ്ങനെ ലൈൻ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ വീഡിയോ വരില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഡ്രൈ ഒക്കെ റീസോൾഡർ ചെയ്ത് ടി ഓൺ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം, ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്. പക്ഷേ മുകളിൽ കുറച്ച് ലൈൻസ് നിൽക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, കുറച്ച് ലൈൻസ് മുകളിലുണ്ട്. അത് വേറെ ഒന്നുമല്ല, വെർട്ടിക്കൽ ഐസി കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, ഡ്രൈ റീസോൾഡർ ഇപ്പോൾ എന്തായാലും ഫുൾ സ്ക്രീനായി. ഇവിടെ ഇപ്പോൾ വെർട്ടിക്കൽ ഐസിയും കൂടെ മാറ്റിയിട്ടുണ്ട്, വേറെ നമ്പർ ഇട്ടിട്ടുണ്ട്. പഴയതാണ് ഇട്ടത്. അപ്പോഴത്തേക്കും ആ ലൈൻസ് മാറി. അപ്പോൾ അതിൽ വേറൊരു കംപ്ലൈൻസും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.